വായനാ ദിന പ്രശ്നോത്തരിയിലേക്ക് സ്വാഗതം. ആരുടെ ചരമദിനമാണ് ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നത്? P.N. പണിക്കർ. P.N. പണിക്കരുടെ മുഴുവൻ പേര് പുതുവായിൽ നാരായണ പണിക്കർ. ഏത് വർഷം മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? 1996. P.N. പണിക്കർ അന്തരിച്ച വർഷം 1995. P.N. പണിക്കർ ഉയർത്തിയ പ്രശസ്തമായ മുദ്രാവാക്യം വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. P.N. പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം 2004. വായന മരിക്കുന്നില്ല ആരുടെ കൃതിയാണ്? I.V. ദാസ്. വായിച്ചാൽ വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ആരുടെ വരികൾ? കുഞ്ഞുണ്ണി മാഷ്. നാലുകെട്ട്, പാതിരാവും പകൽ വെളിച്ചവും, അസുരവിത്ത്, മഞ്ഞ്, കാലം, വിലാപയാത്ര, രണ്ടാമൂഴം, വാരണാസി എന്നീ നോവലുകൾ രചിച്ച മലയാള സാഹിത്യകാരൻ M.T. വാസുദേവൻ നായർ. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെന്നാത്മാവിലായിരം സൗരമണ്ഡലം. ആരുടെ വരികൾ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കാലമിനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂ വരും, കായ് വരും, അപ്പോഴാരെന്നും എന്തെന്നും ആർക്കറിയാം. N.N. കാക്കാട് രചിച്ച ഒരു കവിതയിലെ വരികളാണിത്. കവിതയുടെ പേരെന്ത്? സഫലമീ യാത്ര. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി കുമാരനാശാൻ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? V.T. ഭട്ടതിരിപ്പാട്. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയമില്ലെങ്കിൽ മാറ്റുമത് നിങ്ങളെ താൻ. കുമാരനാശാന്റെ ഈ വരികൾ ഏതു കൃതിയിലാണ്? ദുരവസ്ഥ. അംഗണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീകെ, അമ്മ തൻ നേത്രത്തിൽ നീ നുതിർന്നു ചുടുകണ്ണീർ. ഏതു കവിതയിലെ വരികളാണിത്? രചയിതാവ് ആര്? കവിത മാമ്പഴം. രചയിതാവ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ.